الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് നരകം തന്നെയാണ്. നമ്മളെല്ലാവരുടെയും ഭയത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭയം നരകത്തിൽ പ്രവേശിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയാനകമായ നരകത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയും ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കെവിടെ തെറ്റി എന്നതാണ്. എനിക്കെവിടെയാണ് പിഴച്ചത്? ഇത്ര വലിയൊരു ദുരിതം എനിക്ക് വരാൻ എന്നിൽ എന്തു സംഭവിച്ചു എന്ന് ഓർക്കുമെന്ന കാര്യം ഉറപ്പാണ്. എത്ര തന്നെ കടുത്ത നിഷേധത്തിൽ ധിക്കാരപൂർവ്വം നിലനിൽക്കുന്ന ആളുകളാണെങ്കിലും ദുരന്തങ്ങൾക്ക് മുന്നിൽ, പ്രയാസങ്ങൾക്ക് മുന്നിൽ ആ തീരുമാനങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എത്ര ധിക്കാരത്തോടുകൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിർഔൻ ഏറ്റുമുട്ടിയത്. പക്ഷെ വെള്ളം തൊണ്ടയിലെത്തിയപ്പോൾ, ശ്വാസം നിലക്കാൻ തുടങ്ങിയപ്പോൾ ഫിർഔനും സമ്മതിച്ചില്ലേ? ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ഞാൻ മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ മുങ്ങിച്ചാകുമ്പോൾ അയാൾക്ക് പറ്റി. അപ്പോൾ നരകത്തിന്റെ ഭയാനകതയിൽ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയാത്തവരാരാണുണ്ടാവുക? ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറ. നരകത്തിൽ പ്രവേശിക്കേണ്ട, നരകത്തിന്റെ പരിസരത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ നരകം എത്ര ഭയാനകമാണെന്ന് അവർക്ക് മനസ്സിലാകും. കാരണം നിലവിളികളും ഗർജനങ്ങളും ആ നരകത്തിൽ നിന്ന് നരകത്തിലെത്തും മുമ്പേ അവർ കേട്ടുകൊണ്ടിരിക്കും. ആ നരകത്തിന്റെ ഇടുങ്ങിയ ഇടങ്ങളിൽ അവരെ ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ആ നരകത്തിലേക്ക് എറിയപ്പെടും. നാശമേ നാശമേ എന്ന് അവർ വിളിച്ചലറിക്കൊണ്ടിരിക്കും. അവരോട് പറയും, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കതീറ. ഒരു നാശത്തെ വിളിക്കേണ്ട, അനേകം നാശങ്ങളെ വിളിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടുമെന്നാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും ഭയാനകമായ ഒരു നരകത്തിൽ ഒരാൾ എത്തിപ്പെടുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ്. നാം അത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. അയാളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അയാൾക്ക് അങ്ങനത്തെ ഒരു പര്യവസാനം നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെതിരെ ഒരാൾക്കും ഒരു തെളിവില്ലാതിരിക്കാൻ, ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാതിരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ശരി കണ്ടെത്താൻ എന്റെ മുന്നിൽ വഴിയുണ്ടായിരുന്നില്ല എന്ന് വിലപിക്കാതിരിക്കാൻ വളരെ വ്യക്തമായ തെളിഞ്ഞ ഒരു പാതയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. നമ്മൾ അറിവില്ലാത്തവരാകാം, അജ്ഞരാവാം, വിവരമില്ലാത്തവരാവാം. പക്ഷെ എന്നാലും സത്യത്തിന്റെ പാത കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഏതെങ്കിലും ഒരു വഴിക്ക് പോയാൽ ലക്ഷ്യത്തിലെത്തുമോ സഹോദരങ്ങളെ? ഒരിക്കലും എത്തില്ല. ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ബാക്കി ബാക്കിൽ വരുന്ന എല്ലാ വണ്ടികളെയും തടസ്സപ്പെടുത്തി അയാൾ ആ വണ്ടി മധ്യത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത് എന്തിനാണ്? അയാൾക്കറിയില്ല വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന്. ബാക്കിൽ നിന്ന് എത്രമാത്രം ഹോണുകൾ മുഴങ്ങിയാലും തന്റെ വഴി കണ്ടുപിടിക്കുന്നത് വരെ അയാൾ അവിടെ നിൽക്കും. അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ പ്രശ്നമാണെന്നതാണ്. വഴി കണ്ടുപിടിക്കുന്നതിൽ പിഴവ് പറ്റിയാൽ നാം ലക്ഷ്യത്തിലെത്തൂല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഇതാണ് എന്റെ നേരായ പാത. വഴി എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലത്ത് എത്താനുള്ളതല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ എന്ന് പറയുമ്പോ നേരായ ഒരു വഴിയിൽ എന്നെ കൊണ്ടുപോകണേ. ആ വഴി എങ്ങോട്ടാ? ആ വഴി എങ്ങോട്ടാണ് പോകുന്നത്? തെറ്റുപറ്റാത്ത നേരെയുള്ള ആ വഴി എവിടേക്കാണ് നമ്മളെ എത്തിക്കേണ്ടത്? സിറാത്തുല്ലാഹിൽ മൂസിൽ ഇലൈഹി, നമ്മളെ എത്തിക്കുന്ന ഒരു വഴിയാണ്. അത് എവിടേക്ക്? വഇലാ ദാരി കറാമത്തിഹി, സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി. അതൊറ്റ വഴിയുണ്ട്, ഒരു നേർരേഖയാണത്. അവിടെ നിന്ന് തിരിഞ്ഞു നടന്നിട്ടേ നരകത്തെത്തി ചെന്ന് മുട്ടിയിട്ട് എന്റെ വഴി എവിടെയാണ് ഞാൻ തെറ്റിയതെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? അവിടെ സുഹൃത്തുക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നാം മുന്നോട്ട് പോകുന്ന വഴി സ്വർഗത്തിന്റെ വഴിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. വലാ തത്തബിഉ സുബൽ, അനേകം വഴികളുണ്ടാകും, അതിലൊന്നും പോകരുത്. ഒരു വഴിക്കും തെറ്റിപ്പോകരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അപ്പോൾ നിങ്ങൾക്ക് ആ ശരിയായ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും, ഭിന്നിച്ചു പോകും. ദാലികും വസാക്കും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇത് അല്ലാഹു നമ്മളോട് തരുന്ന ശക്തമായ ഒരു ഉപദേശമാണ്. ഇതിൽ ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ചക്ക് എന്റെ വഴി സ്വർഗത്തിന്റെ വഴിയാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നമ്മുടെ അറിവില്ലായ്മയൊന്നും പറഞ്ഞിട്ട് സുഹൃത്തുക്കൾ രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഒരു മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയണം. എന്തരും, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിവരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ശരിയായ വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ തർക്കിക്കുന്ന ആരുടെ സുഹൃത്തുക്കളെ? അവഗാഹമുള്ള പണ്ഡിതന്മാരാണ് കക്ഷി തിരിഞ്ഞ് തർക്കിക്കുന്നത്. ഖബറിൽ കിടക്കുന്ന മരിച്ചുപോയ എല്ലാ കാരണങ്ങളും പൊറിഞ്ഞ പുണ്യാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് ശരിക്കും അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് ആരാണ്? വിവരമുണ്ടെന്ന് ധരിക്കുന്ന ആളുകളാണ്. എന്നാൽ അത് പച്ച ശിർക്കും കാലാകാലം നരകത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നതുമാരാണ്? ഹദീസുകളും ആയത്തുകളും ഓതി വിവരമുള്ള ആളുകൾ തന്നെയാണ്. എത്രമാത്രം വ്യത്യാസമുണ്ട്! എന്നെന്നും നരകത്തിൽ കിടക്കേണ്ടി വരുന്ന ഒന്നാണെന്നും എന്നെന്നും സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട്! എന്നിട്ട് സുഹൃത്തുക്കളെ, ആയിരങ്ങളും പതിനായിരങ്ങളും ആ വഴിക്ക് പോകണില്ലേ? അവിടെയാണ് എങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കും? ഈ പണ്ഡിതന്മാരെക്കാളും വിവരമുണ്ടോ ഈ സാധാരണക്കാർക്ക്? അവരെങ്ങനെയാണ് സത്യത്തിന്റെ പാത കണ്ടുപിടിക്കുക? അവരെങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുക? ഈ ചോദ്യം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. ആ സന്ദർഭം എപ്പോഴാണ് അറിയുന്നത്? പൂർവ്വ പ്രവാചകന്മാർ വന്നുപോയതിനു ശേഷം ജൂത ക്രിസ്ത്യാനികളൊക്കെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ്, സഭകളായി തിരിഞ്ഞ്, ഒരാൾ പറയുന്നതിന് നേരെ വിരുദ്ധം മറ്റേയാൾ വാദിച്ച് ഞങ്ങളാണ് ശരി, ഞങ്ങളാണെന്ന് ശരിയെന്ന് പറഞ്ഞ് ജൂത ക്രിസ്ത്യാനികൾ കക്ഷിത്വത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരാണ്. ഇന്ന ബനു ഇസ്രായേൽ 71 ഗ്രൂപ്പായി ആര്? ബനു ഇസ്രായേലുകാർ. ഇന്ന ഉമ്മത്തി സതഫ്തരിഖു അലാ 72 ഫിർഖ, എന്റെ ഉമ്മത്ത് 72 ആകും. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. മുസ്ലിം പേരിൽ നിലകൊള്ളുന്ന ഈ കക്ഷികളെല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒറ്റ കക്ഷി ഒഴികെ. വഹിയൽ ജമാഅ, അതാണ് അൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന അൽ ജമാഅ,
സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ശരിയായ ദീൻ ഈ ലോകത്ത് നമുക്ക് നേർക്ക് നേരെ ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ഈ സത്യമതത്തെ ലോകത്ത് മുഴുവനും പ്രായോഗികമായി എത്തിച്ചു കൊടുത്ത ആ മഹാസഹാബത്തിന്റെ മാർഗം അതാ. നബി വീണ്ടും പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്നെന്ത് ചെയ്തോ അതൊക്കെ ദീനാണ്. ഞാനും എന്റെ സഹാബത്തും ചെയ്തിട്ടില്ലാത്തതൊന്നും ദീനല്ല, അതൊക്കെ നരകത്തിന്റെ പാതയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി സ്വഹാബത്തിന്റെ വഴിയാണോ? ഖൈറുൽ ഖുറൂൻ, ഉത്തമ നൂറ്റാണ്ടിന്റെ വഴിയാണോ? അത് നോക്കാൻ ആർക്കും അറിയാത്ത സുഹൃത്തുക്കളെ. ഇപ്പൊ നബിദിനത്തിന്റെ ഘോഷയാത്രകൾ നടക്കാറ്, ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, കുറച്ചാൾക്കാരേക്ക് ഇറങ്ങണു, കുറച്ചാൾക്കാർ ഇറങ്ങാതെ നിൽക്കും, കുറച്ചാൾക്കാർ ഇതാണ് ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറയുന്നു, ഇത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബിദ്അത്താന്ന് പറയുന്നു. ഒരു ചെറിയ ചോദ്യം, എന്താ ചെറിയ ചോദ്യം? ഉണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെ ഒരു ദിനം ആചരിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അതേ പ്രായമുള്ള ആളുകൾ, അതേ ദിവസത്തിൽ ജനിച്ച ആളുകൾ ഒരുപക്ഷെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉണ്ടായിരുന്നല്ലോ. അവർ പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് അടുത്തൊരു റബീഉൽ അവ്വൽ വന്നപ്പോ ആ 12ന്റെ അന്ന് എന്തെങ്കിലും ചെയ്തു. ചിലപ്പോൾ തിങ്കളാഴ്ച നോമ്പിനെ തെളിവ് പിടിച്ചിട്ട് പറയും, അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്നാ പറഞ്ഞത്, അപ്പൊ തിങ്കളാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പിന്നെ നബി ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് പറയും. അപ്പൊ സുഹൃത്തുക്കളെ, എന്താ നടത്തേണ്ടത്? നബിദിനത്തിന്റെ അന്ന് ചോറ് വിളമ്പല്ലല്ലോ, നോമ്പൊൽക്കല്ലേ വേണ്ടത്. അതാണ് തെളിവെങ്കിൽ, പ്രമാണമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ യാതൊരു പ്രമാണവും 3 നൂറ്റാണ്ടിൽ ഒരാളും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഒന്നും കൂടെ വ്യക്തമായിട്ട് മറ്റൊരു റിപ്പോർട്ട് കാണാം, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതുപോലെയായിരുന്നോ അതുപോലെ ആയവർ മാത്രമാണ്, ആ കക്ഷി മാത്രമാണ് സ്വർഗത്തിന്റെ കക്ഷി. എന്ത് സംശയ സുഹൃത്തുക്കളെ? ഇനിയിപ്പോ നമ്മൾ പോയി കിതാബ് നോക്കണോ, തർക്കിക്കണോ, സംവാദം വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. സഹാബത്തിന്റെ അന്നുണ്ടോ? ഒരു ചോദ്യം. സഹാബത്തിന്റെ അന്നില്ലേ? എന്നാ അത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇസ്ലാമിനോട് അത്ര പ്രതിബദ്ധതയുള്ള, എന്ത് കണ്ടാലും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നോടത്തിരുന്ന, നബി കഴിച്ച അതേ ഭക്ഷണം കഴിക്കണമെന്ന് വാശി പിടിച്ച ആ ആളുകളുടെ കാളും ഭക്തരാണോ നമ്മൾ? ആ ആളുകളെക്കാളും പ്രവാചകനോട് സ്നേഹമുള്ളവരാണോ നാം ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നേരെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഉഹുദിലും ബദറിലും ഒക്കെ മരിച്ചു വീഴുന്ന രക്തസാക്ഷികളെ? അവർ മരിച്ചു കിടക്കുന്ന ഖബറുകൾ അവർക്ക് അറിയില്ലേ? അവർ പോയോ? അവിടെ നിന്നിട്ട് അവർ തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചോ? അതൊന്ന് മനോഹരമായി സംവിധാനിച്ചോ? അതിന്റെ മേലൊരു മാർബിൾ കല്ല് എടുത്തു വെച്ചോ? അവരത് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര മഹാ മരിച്ചാലും ആ ഖബറും പുറത്ത് ഇഷ്ടിക വെക്കാൻ നമുക്കെന്തു തെളിവാനുള്ളത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും സഹാബത്തും പോയ വഴിയാണ് സ്വർഗത്തിന്റെ വഴി എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇപ്പോ കഴിഞ്ഞൊരു ദിവസം കേട്ടു, ഈ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഇമാം ബുഖാരിയുടെ ഹദീസിൽ തെളിവുണ്ട് എന്ന്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ആ ബുഖാരി എടുത്ത്, ആ ഹദീസൊക്കെ എടുത്ത് അബൂലഹബിന് നരകത്തിൽ ഇളവ് കൊടുത്തുള്ള കാരണം നബിന്റെ എളാപ്പയായതുകൊണ്ടാണ് എന്നൊക്കെ പരിശോധിച്ച് ഗവേഷണം നടത്തിയിടക്ക് ഒരു ലളിതമായ ചോദ്യം ഏത് വിവരമില്ലാത്തവരും ചോദിച്ചൂടെ സുഹൃത്തുക്കളെ? എന്നിട്ട് ഈ ഹദീസ് എഴുതി വെച്ച ഇമാം ബുഖാരി റഹ്മഹുല്ലാ റബീഉൽ അവ്വൽ 12 എന്തു ചെയ്തു? അത് ഏത് സാധാരണക്കാരന് ചോദിക്കാൻ പറ്റിയ ലളിതമായ ചോദ്യമല്ലേ സുഹൃത്തുക്കളെ? ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം മൗലിദ് ആഘോഷിച്ചോ? നബിദിനം ഇല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചത് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയോ? ഇമാമിങ്ങളിലെ സുഹൃത്തുക്കളെ, ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ. ഏതെങ്കിലും ഒരു ഇമാമ് ഇത് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത്, എന്നാലും ഇപ്പൊ എന്താ റസൂലുള്ളാഹിനെ മദ്ഹ് പറയല്ലേ, കുട്ടികളെ നബിയെ പറ്റി പ്രസംഗിക്കല്ലേ എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം സുഹൃത്തുക്കളെ, ദിക്ർ എത്ര പുണ്യമുള്ള കാര്യം, ദിക്ർ എത്ര പുണ്യമുള്ള കാര്യം. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹും അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഒന്നിച്ച് കണ്ടുമുട്ടാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് അബൂ മൂസൽ അശ്ശരി റഹ്മഹുല്ലാ അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയണ ഒരു സംഭവം, ഞാൻ ഇന്നലെ പള്ളിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിയിരുന്നിട്ട് അവരവിടെ ഇങ്ങനെ ദിക്ർ ചെല്ലുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോ അത് എന്താണ്? കബ്ബീറു മിഅ, 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയും. ഹല്ലിലു മിഅ, 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് പറയും. അപ്പോൾ ഇതൊരു കല്ലെടുത്തേക്കും, അടുത്ത് വെക്കുമ്പോൾ അടുത്തൊരു കല്ല് വെക്കും,
അങ്ങനെ എണ്ണം പിടിക്കാൻ വേണ്ടി കല്ല് വെച്ചിട്ട് തക്ബീർ ചെല്ലുന്നത് കണ്ടു എന്നാണ്. അപ്പോ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരാ എണ്ണിക്കൊണ്ടിരിക്കുന്നവരുടെ പാപങ്ങളെയാണ് ഓരോ എണ്ണം. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, പള്ളിന്റെ ഉള്ളിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റാ, അല്ലാഹു അക്ബർ അത് കൂടി ഇരുന്നിട്ട് ഒരു പുതിയ കർമ്മം ഉണ്ടാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് പ്രവാചകൻ ഉപയോഗിച്ച വസ്തുക്കൾ നശിക്കും മുമ്പ് പുതിയൊരു ബിദ്അത്ത് സമൂഹത്തിൽ ഉണ്ടാക്കുകയാണോ എന്ന് എത്ര വ്യക്തമായിട്ടാണ് പ്രവാചകന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു മഹാനായ സ്വഹാബി ചോദിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ, അതുപോലും പറ്റൂലെങ്കിൽ പിന്നെ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബത്തിന്റെ കാലശേഷം നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നല്ലതാണെങ്കിൽ നബിയും സഹാബത്തും ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ചെയ്യാത്തതൊന്നും നല്ലതല്ല. അന്നില്ലാത്തതൊന്നും ദീനല്ല, അന്നുള്ളത് മാത്രമേ ദീനുള്ളൂ എന്നതാണ്. അപ്പൊ പറയാണ്, ഇന്നിപ്പോ ഇത് വേണ്ടെന്ന് പറയുന്ന ആളുകളോട് പറയും, നിങ്ങൾ പൂർവികന്മാരെ അംഗീകരിക്കാത്ത ആൾക്കാരാണ്. ഏതാ സുഹൃത്തുക്കളെ ഈ പൂർവികന്മാർ? നമ്മുടെ പൂർവികന്മാരാരാ? വജദ്നാ അലൈഹി ആബാഅനാ എന്ന് പറഞ്ഞ നമ്മുടെ വാപ്പകാരണന്മാരാണ്. അതല്ല നമ്മുടെ പൂർവികന്മാർ. നമ്മളെ വാപ്പ ചെയ്തതും വല്യപ്പ ചെയ്തതും വല്യപ്പാന്റെ വല്യപ്പ ചെയ്തതും ഒരു 100 തലമുറ അപ്പുറമുള്ള വാപ്പാര് ചെയ്തതും ഒന്നല്ല നമ്മൾ ചെയ്തത്. നമ്മുടെ 1400 വർഷങ്ങൾക്കപ്പുറമുള്ള നമ്മുടെ വാപ്പമാരും വല്യപ്പമാരും ചെയ്ത ഇസ്ലാമിന്റെ മാതൃകളായ സ്വഹാബത്ത് ചെയ്തോന്ന്. നമ്മൾ പൂർവികന്മാരെ ഒഴിവാക്കിയിട്ടില്ല, അവരെ കൈയൊഴിച്ചിട്ടില്ല. നമ്മൾ ഇഷ്ടം പോലെ നോക്കി ഖുർആനും ഹദീസിലും ഗവേഷണം നടത്തിയിട്ടില്ല. അവരൊന്നും ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ പാടില്ലെന്നതാണ് യഥാർത്ഥം. നബി ചെയ്തോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതാണ് എൻ്റെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഈ ബിദ്അത്തുകൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലായിസും കേൾക്കണല്ലേ, എല്ലാ ദീനിൽ പുതിയതാണ്ടൊക്കെ ബിദ്അത്താണ്. അത് നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണെന്ന്. ഈ തെറ്റും വ്യഭിചരിക്കണോനും കള്ളുടിക്കണോനൊക്കെ എന്താ അറിയോ, അത് കുറച്ചാലും കഴിയുമ്പോൾ തെറ്റാന്ന് വിചാരിച്ചൊരു പക്ഷേ അയാൾ തൗബ ചെയ്ത് തിരിച്ചു വരും. എന്നാൽ ഇതൊക്കെ ഭയങ്കര പുണ്യം കിട്ടുന്ന കാര്യമാണ്, റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ആളുകൾ ഇത് എന്തെങ്കിലും നിർത്തൂ സുഹൃത്തുക്കളെ. നരകത്തിൽ പോകുന്ന തെറ്റ് പുണ്യമാണെന്ന് ചെയ്യുന്ന മഹാവിപത്തുക്കളാണ് ബിദ്അത്ത് കൊണ്ടുണ്ടാവാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി ഏതൊരു ബിദ്അത്തിനെ നമ്മൾ പരിശോധിച്ചാലും അത് ഇസ്ലാമിൻ്റെതല്ലാന്ന്, അതൊരു കള്ളനാണയമാണെന്ന് ഒരല്പം ബുദ്ധിയുള്ളവന് മനസ്സിലാവുന്നതാണ്. നിങ്ങളൊക്കെ പള്ളിക്ക് ജമാഅത്തിന് വേണ്ടി കയറുമ്പോൾ സാധാരണ നമ്മൾ മസ്ബൂക്കായിട്ട്, അതായത് ഇമാമ് നിസ്കാരം തുടങ്ങി ഒരു റക്അത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് മഗ്‌രിബിക്ക് പള്ളി കയറി. അപ്പോൾ ഇമാമ് സലാം വീട്ടിന് ശേഷം നമുക്കൊരു റക്അത്തും കൂടി നിസ്കരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ അതിനുശേഷം സലാം വീട്ടി ഒരു ദിക്ർ, ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ നേരമില്ലാതെ മൈക്ക് ഓണാക്കിയിട്ട് ആ നിസ്കരിച്ച മൈക്ക് ഉപയോഗിച്ചിട്ട് ആ കൂട്ട ദുആ ഒന്നായിട്ട് ചെല്ലുമ്പോൾ ഈ ബാക്കിൽ നിന്ന് ഫറളായ മഗ്‌രിബ് നിസ്കരിക്കുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ അതിന്റെ ഫത്വ ചോദിച്ചാൽ വിവരമുള്ളവരെന്നെ പറഞ്ഞു തരും. നിസ്കരിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലും നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഏതൊക്കെ പള്ളികളിൽ നടക്കുന്നുണ്ട് ആലോചിച്ച് നോക്കും നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര ശേഷമുള്ള കാര്യങ്ങൾ ദിക്റുകളാണ് സുഹൃത്തുക്കളെല്ലാം. എല്ലാം സുബ്ഹാനല്ലാഹ് ദിക്റാണ്, അൽഹംദുലില്ലാഹ് ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ദിക്റാണ്. ഒരു പ്രാർത്ഥന പോലും ഏറി വന്നാൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക എന്ന ഒരു വരിയല്ലാത്ത ഒരു പ്രാർത്ഥന പോലും കാണില്ലെന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് നബിയോ ഖലീഫമാരോ ഒരു പള്ളിയിൽ വെച്ച് പോലും, മസ്ജിദുൻ നബവിയിൽ വെച്ച് പോലും ഒന്ന് തിരിഞ്ഞിരുന്ന് ദുആ ഇറക്കുകയും ആളുകൾ ആമീൻ പറയുകയും ചെയ്തിട്ടില്ല. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. അവിടെ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, ദീനില്ലാത്ത കാര്യമാണ്, അതിന്റെ ഇടങ്ങേറ് വാക്കിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ വെച്ചുകൊണ്ടുണ്ട് ആളുകളെ ഹജ്ജിന് കൊണ്ടുപോണ മാതിരിയാണ് കൊണ്ടുപോകുന്നത് ഖബറുകൾ സിയാറത്ത്. ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്താണ്, ഒരു സുന്നത്താണ്. നമുക്ക് പോകാം. നമ്മൾ ഏത് ഖബറുകൾക്കാ പോവുക സുഹൃത്തുക്കളെ? ഈ പോണ നാഷണൽ ഹൈവേയിലൊക്കെ മക്കബറുകൾ, അവിടെയൊക്കെ നമ്മൾ കയറില്ല. നമ്മൾ എവിടെ കയറുക? പലപ്പോഴും നമ്മുടെ ബന്ധുക്കളോ കുടുംബങ്ങളോ ഒക്കെ ഉള്ള ആളുകൾ വാപ്പയമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ ഖബറ് നമ്മൾ പോവും. അതെന്തിനാണ്? ആ മനസ്സിലുള്ളൊരു ഓർമ്മ. ഇനി ആരെങ്കിലും പറഞ്ഞു പള്ളിക്കെന്ന് പ്രാർത്ഥിച്ച പ്രത്യേക ഉത്തരം കിട്ടും, ജൗഫുല്ലയിൽ രാത്രി പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും, വാപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും, എന്നാൽ ഖബറിങ്ങ വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഒരാൾ പറഞ്ഞു. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോണത്, പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകണത് എന്തിനാണ് സുഹൃത്തുക്കളെ? ഇനി അവിടെ ചെന്ന് ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഖബറാളിയോട്. എത്ര ഗുരുതരമായ തെറ്റാണ്.
ഈ പറയുന്നവരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ ആലോചിച്ചു നോക്കുക, അവർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ആൾക്കാരാണ്. ശിർക്കായതാണ്. മാത്രമല്ല ആ ഖബറിന് തവാഫ് ചെയ്യുന്നു. അത് കണ്ടാൽ നമുക്ക് ഈ ഖബറിന്റെ ചുറ്റും പൂ വെക്കുന്നു, ഉത്തരേന്ത്യ ചെന്നാൽ വിളക്ക് വെക്കുന്നു. ഇതൊന്നും ഇസ്ലാമിലില്ല എന്ന് മനസ്സിലാക്കാൻ, ഇതൊന്നും സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ള സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ഈമാന്റെ പ്രശ്നമാണ്, നമ്മുടെ സ്വർഗത്തിന്റെ പ്രശ്നമാണ്, നരകത്തിന് രക്ഷപ്പെടാനുള്ള പ്രശ്നം. എത്ര വിഷമത്തോടുകൂടെയാണ് അധ്വാനിച്ച സമ്പത്തുനിന്ന് സുഹൃത്തുക്കളെ ദീനിന്റെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പള്ളിക്ക് സംഭാവന കൊടുക്കുന്നത്. പഴയ എല്ലാ പള്ളികളും നവീകരിച്ച് ലക്ഷങ്ങളും കോടികളും ജനങ്ങൾക്ക് കൊടുത്ത് ഇതൊക്കെ സ്വർഗം കിട്ടില്ല. ആ സാധുക്കളെ കൊണ്ട് പള്ളിയിൽ വെച്ചും പരിസരത്ത് വെച്ചും ദീനിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് എത്ര കാര്യം. ഇനി ഒരു കാര്യം പറയാം, ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് ചില ആൾക്കാർ പറയും, എന്നാലിപ്പോൾ നാട്ടിൽ ഇങ്ങനെയൊക്കെയല്ലേ, ഞാൻ അങ്ങനെ പോവുക. അങ്ങനെ ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അവരോട് ഒന്നേ പറയാനുള്ളൂ. സൂറത്തു നിസായിലെ 115 ആയത്ത്, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ഇതാ ശരി ഏതാണെന്ന് വ്യക്തമായതിനു ശേഷം ആരെങ്കിലും റസൂലിനോട് അനുസരണക്കേട് കാണിച്ചാൽ, റസൂലിനോട് തർക്കിച്ചാൽ, റസൂലിന് എതിരായാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗത്തിൽ നിന്നും അവർ കാണിച്ച ശരിയായ വഴിയിൽ നിന്നും തെറ്റി റസൂലുള്ളാഹിന്റെ കൽപ്പനകൾക്കെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവന് പിന്നെ ഈ സത്യമാർഗത്തേക്ക് വരാനുള്ള അവസരം ഉണ്ടാവില്ല. മനസ്സിലാക്കിയിട്ടും ബിദ്അത്തിന്റെ വഴിയിൽ ഒരാൾ പോകാൻ തീരുമാനിച്ചാൽ എന്നാ അങ്ങനെ പോയിക്കോട്ടെ എന്ന് അള്ളാഹ് തീരുമാനിക്കും. അള്ളാഹു അവനെ തിരിച്ചു കൊണ്ടുവരൂല. തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ എത്തും? വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ, നരകത്തിക്കാണ് പിന്നെ അവന്റെ പോക്ക്. അവന്റെ സുഹൃത്തുക്കളെ മനസ്സിലായാൽ അവിടെ നിന്നോളൂ, മനസ്സിലായാൽ അവിടെ നിന്നോളൂ, എന്റെ അപ്പുറത്തേക്ക് പോകരുത്. ആർക്ക് വേണ്ടിയും നമ്മുടെ മയ്യത്ത് ആരും വരാതെ വീട്ടിൽ കിടന്നാലും നമുക്ക് കിട്ടേണ്ടത് മരിച്ച സെക്കൻഡ് മുതൽ നമുക്ക് തരും. അത് മലക്കുകൾ വരുന്നതും സ്വർഗം കാണുന്നതും സുഗന്ധം അനുഭവിക്കുന്നതൊന്നും തടയാൻ ഒരു പള്ളി കമ്മിറ്റിക്കും ആവില്ല. അതുകൊണ്ട് നാം ഉൾക്കൊണ്ട സത്യം അത് ഉൾക്കൊള്ളാൻ മനസ്സിലായിട്ടും പിന്നെ അതിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ ഇങ്ങനെ ചെറിയ സമാധാനം, ഇത്രയും വലിയ വിവരമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യോ, ഇത്രയും അധികം ആൾക്കാർ വിദ്യാർത്ഥി ചെയ്യോ, ആ ചോദ്യത്തിനൊക്കെ വല്ല വിലയും പരലോകത്തുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കുഴപ്പമില്ല. അവിടുന്ന് ചോദിച്ചാൽ അള്ളാഹ് പറയാണ്, ഭൂരിപക്ഷം ആളുകൾ ചെയ്താൽ ശരിയാണെന്നൊരു പ്രമാണം അവിടെ സ്വീകരിക്കപ്പെടുമെങ്കിൽ ഒരു പ്രശ്നമല്ല. പക്ഷേ ഹലക്ക അന്നി സുൽത്താനിയ, എന്റെ എല്ലാ തെളിവും എല്ലാ സ്വാധീനങ്ങളും നഷ്ടപ്പെട്ടു പോയി, ഞാൻ വിചാരിച്ചതൊന്നും ഇവിടെ നടക്കാതെ വന്നിരിക്കുന്നു എന്ന് അവിടെ ഏറ്റുപറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഒഴിവാക്കുക സുഹൃത്തുക്കൾ. ഇതുകൊണ്ടൊന്നും ഒരു മെച്ചം നമ്മുടെ ജീവിതത്തിലില്ല. സുന്നത്തായി തന്നെ ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദീനിന്റെ വഴി, ഇതൊരു നബിദിനത്തെക്കുറിച്ച് മാത്രം പറയാനല്ല സുഹൃത്തുക്കൾ, ദീനിന്റെ വഴി സിറാത്തുൽ മുസ്തഖീം എന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള വഴി അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നോളി. സഹാബത്ത് ചെയ്യാത്തതൊന്നും ചെയ്യരുത്. മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, എല്ലാ കക്ഷികളും നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരു കക്ഷി, അതാണ് ഫിർഖത്തുൻ നാജിയ, അല്ലെങ്കിൽ അൽ ജമാഅ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ വഴി പിൻപറ്റിയ ആളുകൾ. ആ ശരിയായ വഴിയിലൂടെ സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താണ്. സുഹൃത്തുക്കളെ, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ഒരു തടാകം വിശ്വാസികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതൊന്ന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അത്രയും ശ്രേഷ്ഠമായ ആ പാനീയം അവിടെ വെച്ച് കുടിക്കുന്നത്. അവിടെ ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് അത് നൽകുക. അപ്പൊ ആ സന്ദർഭത്തിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വരും, യാ റബ്ബി അസ്ഹാബി, ദാ എൻ്റെ ആൾക്കാർ വന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പക്ഷെ അവർക്ക് വെള്ളം ഉണ്ടാവൂല. എന്താണ്? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദ. നബിയോട് പറയും, നീ പോന്നതിന് ശേഷം നിന്റെ ദീനുമേ എന്തൊക്കെയാണ് അവർ ഉണ്ടാക്കി കൂട്ടിയത് എന്ന് നിനക്ക് അറിയില്ലല്ലോ. സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കണ്ടാൽ, ഇന്നത്തെ പള്ളിയുടെ ഈ അലങ്കാര ചിത്രങ്ങളും ഈ തോരണങ്ങളും ഈ ബൾബൊക്കെ കണ്ടാൽ എന്തായിരിക്കും? അള്ളാന്റെ റസൂലിന്റെ ദീനിനെ ആൾക്കാർ കാട്ടിക്കൂട്ടിയൊരു കോലം നോക്കുന്നുണ്ട്. മറ്റു മതാചാരങ്ങളും മറ്റു മതസ്ഥരുടെ ജന്മദിനങ്ങളും പോലെ
നമ്മുടെ പള്ളികളും പരിസരങ്ങളും മാറ്റിയ ആളുകൾ ആലോചിക്കണം. ആ ഹൗല് നമുക്ക് നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഗൗരവത്തോടെ ഭയപ്പെടണം. സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, ദൂരെ പോകൂ, ദൂരെ പോകൂ, എനിക്കു ശേഷം എന്റെ മതത്തെ മാറ്റിയവരെ ദൂരെ പോകൂ, ദൂരെ പോകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറയുമെന്നാണ്. തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. നമ്മുടെ ബന്ധുക്കളിൽ ഉണ്ടാവരുത്, നമ്മളതിൽ ഉണ്ടാവരുത്. ആ ഹൗല് നിഷേധിക്കപ്പെടുന്ന വിദ്അത്തിന്റെ കക്ഷികളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വ്യക്തമാണ്. ആ വ്യക്തമായ സത്യത്തിലൂടെ സഞ്ചരിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ദീനിനു വേണ്ടി നിഷ്കളങ്കമായി അധ്വാനിക്കുന്ന വഴി അറിയാത്ത ആളുകൾക്ക് സത്യത്തിന്റെ പാത കാണിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കും. അള്ളാഹുയുടെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമാറാണ്. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വിഷമങ്ങളെല്ലാം അള്ളാഹുവിനെ നീക്കി കൊടുക്കണമെന്ന് നാഥ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമെന്ന് റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികളും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു നിന്റെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിലൂടെ നിന്നെ കണ്ടുമുട്ടുന്ന, നിന്റെ സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളത് ഉൾപ്പെടുത്തണമെന്നാണ്. എല്ലാ ബിദ്അത്തുകളിൽ നിന്നും ഇസ്ലാമികേതര പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള തൗഫീഖും അറിവും കാഴ്ചപ്പാടും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين.